ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ സിംപ്ലി റെഫേഴ്സ് ടു മേക്കിംഗ് അപ്പ് ഓഫ് ദ ക്യാപിറ്റലൈസേഷൻ ഓഫ് എ ഫേം. ഇറ്റ് ഈസ് ദ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ലോങ് ടൈം ഓപ്പറേഷൻസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ബിസിനസ് ഫേം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് നടക്കണമെങ്കിൽ അവിടെ ക്യാപിറ്റൽ ആവശ്യമാണ്. അങ്ങനെയുള്ള ക്യാപിറ്റലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലേ, ആ എത്രത്തോളം എമൗണ്ട് ആണോ ക്യാപിറ്റലായിട്ടുള്ളത് അതിനാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപിറ്റലൈസേഷൻ, ഇറ്റ് ഈസ് എ മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ് ഫേമിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുന്നത് ഇക്വിറ്റി അതുപോലെ തന്നെ ഡെറ്റ് ക്യാപിറ്റലിൽ നിന്നൊക്കെ ആയിരിക്കും. ഇക്വിറ്റി എന്ന് പറയുമ്പം ഇക്വിറ്റി ക്യാപിറ്റൽ, അതുപോലെ തന്നെ പ്രിഫറൻസ് ക്യാപിറ്റൽ, അതുപോലെ ലോങ് ടൈം ഡെറ്റ്സ്, ഇങ്ങനെയുള്ള പല സോഴ്സസിൽ നിന്നാണ് നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മിക്സിനാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഫേമിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുമ്പം ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നായിരിക്കും റേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റലിൻ്റെ ആ മിക്സിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രധാനമായിട്ടും ബിസിനസ് ഫേം ഫണ്ട് റേസ് ചെയ്യുന്നത് ഒന്ന് ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പം ബിസിനസ് ഫേമിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട്സാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം ലോണായിട്ട് അല്ലെങ്കിൽ ബോറോയിങ്സ് ആയിട്ട് ബിസിനസ് ഫേം കളക്ട് ചെയ്യുന്ന ഫണ്ടിനാണ് എന്ന് പറയുന്നത് ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ ബിസിനസ് ഫേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉള്ള അല്ലെങ്കിൽ ബിസിനസ് ഫേമിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പം ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ആണ് ബിസിനസ് ഫേം ഫണ്ട് റേസ് ചെയ്യുന്നത്. ആ ഡിഫറെൻറ്റ് സോഴ്സസിൻ്റെ മിക്സിന് അല്ലെങ്കിൽ ആ കോമ്പിനേഷനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഒരു ഡെഫിനേഷൻ ഉണ്ട്. In the words of C.W. Gerstenberg, capital structure refers to the kind of securities that make up capitalization. ഇവിടെ പറയുന്നത് ക്യാപിറ്റലൈസേഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിന് ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് നമ്മുടെ ക്യാപിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബിസിനസ് ഫേമിന് ആവശ്യമായിട്ടുള്ള ആ ഫണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിനാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റലൈസേഷൻ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനിവിടെ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ kind of securities that make up capitalization. നമുക്കിനി പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പം ഡെറ്റ് ഇക്വിറ്റി മിക്സ് ആണ്. ഒരു ബിസിനസ് ഫേം എത്രത്തോളമാണ് ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടത്, എത്രത്തോളമാണ് ഡെറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ അതിനെ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേം എത്രത്തോളം ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യണം, എത്രത്തോളം ഡെറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് രണ്ട് ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും അടുത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമാണ്. അപ്പോൾ നമുക്കറിയാം, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ് ഫേമിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് അല്ലേ. ഒരു ബിസിനസ് ഫേമിനുള്ളിലുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വണ്ണാണ് സൈസ് ഓഫ് ബിസിനസ്. സൈസ് ഓഫ് ബിസിനസ് ഒരു ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ സൈസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബിസിനസ് ഫേം ലാർജ് ബിസിനസ് ഫേം ഉണ്ടാകും, അതുപോലെ സ്മോൾ, അതുപോലെ മീഡിയം ബിസിനസ് ഫേം ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഒരു ബിസിനസ് ഫേം ലാർജ് ബിസിനസ് ഫേമാണെന്ന് വിചാരിക്കുക. ലാർജ് ബിസിനസ് ഫേം ആണെങ്കിൽ അവർക്ക് ഒത്തിരി ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ബിസിനസ് ഫേമിന് ഒത്തിരി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസിൽ ബിസിനസ് ഫേം ഇക്വിറ്റി ഷെയർസിനൊപ്പം തന്നെ അല്ലെങ്കിൽ അവർ ഡെറ്റ് ക്യാപിറ്റൽ കൊണ്ട് റേസ് ചെയ്യും. ഒരു ബിസിനസ് ഫേം സ്മോൾ ബിസിനസ് ഫേമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഇനി ഒത്തിരി ക്യാപിറ്റൽ ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള കേസിൽ ബിസിനസ് ഫേം എന്ത് ചെയ്യും, അവർ ഇക്വിറ്റി ഷെയർസിനായിരിക്കും കൂടുതൽ റേസ് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും റേസ് ചെയ്യുന്നത്. മീഡിയം സൈസ് ഫേം ആണെങ്കിൽ അല്ലേ, ഒരു മീഡിയം സൈസ് ഫേം ആണെങ്കിൽ അവർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ ഡെറ്റ് ക്യാപിറ്റൽ ഇതെല്ലാം അവർ റേസ് ചെയ്യും.
ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് ഫേം സ്മോൾ ബിസിനസ് ഫേം ആണെങ്കിൽ ആ ബിസിനസ് ഫേം കൂടുതലും എന്തായിരിക്കും ഇക്വിറ്റി ഷെയർസിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബിസിനസ് ഫേം ഒരു ലാർജ് ബിസിനസ് ഫേം ആണെങ്കിൽ അവർക്ക് എന്താ കൂടുതൽ എമൗണ്ട് ആവശ്യമാണ്. അപ്പോൾ അവർക്കൊരു സിംഗിൾ സോഴ്സസിൽ നിന്ന് തന്നെ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അവർ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഡെറ്റ് ക്യാപിറ്റലിനെയൊക്കെ ആശ്രയിക്കും. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്. The nature of business, method of production, type of product, etc. also affect capital structure. ഓക്കെ, ഒരു ബിസിനസ് ഫേമിൻ്റെ നേച്ചർ, അതുപോലെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്, ഇവയൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. ഒരു ബിസിനസ് ഫേം ട്രേഡിംഗ് കൺസേൺ ആണ് എങ്കിൽ അവർക്ക് കൂടുതലായിട്ടും വർക്കിംഗ് ക്യാപിറ്റലാണ് ആവശ്യമുള്ളത്. ഫിക്സഡ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലാണ് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസ് കൂടുതലായിട്ടും ഇക്വിറ്റി ക്യാപിറ്റൽ അതുപോലെ പ്രിഫറൻസ് ക്യാപിറ്റലിനൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ അതുപോലെ തന്നെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഫേംസ് കൂടുതലായിട്ടും ഒക്കെ എന്തായിരിക്കും ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോങ് ടൈം ലോൺസിനൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയാണ് പറയുന്നത്. ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേമിൽ കൂടുതലായിട്ട് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും അവർ റേസ് ചെയ്യുന്നത്. ദെൻ മാനുഫാക്ചറിങ് ഫേംസ് ആണെങ്കിൽ അവർ ഇക്വിറ്റി ഷെയർസിന് ഒപ്പം തന്നെ കൂടുതലായിട്ട് ഡെറ്റ് ക്യാപിറ്റലും കൂടെ റേസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, റെഗുലാരിറ്റി ആൻഡ് സർട്ടനിറ്റി ഓഫ് ഇൻകം. റെഗുലാരിറ്റി ആൻഡ് സർട്ടനിറ്റി ഓഫ് ഇൻകം. ഡിബെഞ്ചേഴ്സ് ഷുഡ് ബി ഇഷ്യൂഡ് only when the company expect a high and regular income. Preference shares may be issued when the earnings are irregular but fairly high. For example, in the case of public utilities and a monopolistic concern, the income is regular and certain. Hence, their capital structure includes debentures and preference shares. When the earnings are uncertain and unpredictable, equity shares alone should be issued. ഇവിടെ പറഞ്ഞ റെഗുലാരിറ്റി ആൻഡ് സർട്ടനിറ്റി ഓഫ് ഇൻകം ആണ്. എന്ന് വെച്ചാൽ റെഗുലാരിറ്റി ആൻഡ് സർട്ടനിറ്റി ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എന്തായിരിക്കും റെഗുലറായിട്ട് ഇൻകം റെഗുലറായിട്ട് ഏണിങ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കേസിലാണ് എങ്കിൽ അങ്ങനെയുള്ള കേസിൽ അവരെന്തായിരിക്കും കൂടുതൽ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസൊക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താ, ബിസിനസ് ഫേം റെഗുലറായിട്ട് ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഏണിങ്സ് അൺസർട്ടൻ അതുപോലെ അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. റെഗുലാരിറ്റി ആൻഡ് സർട്ടനിറ്റി ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേം അവർ റെഗുലറായിട്ട് അതുപോലെ തന്നെ ഹൈ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്ന കേസിൽ പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ഒക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ബിസിനസ് ഫേം റെഗുലറായിട്ട് അതുപോലെ തന്നെ അൺസർട്ടൻ ഒക്കെ ആയിട്ടാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഏണിങ്സ് അൺസർട്ടൻ ആണെങ്കിൽ അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, പീരീഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്. ഇക്വിറ്റി ഷെയർസ് ആർ ദ ബെസ്റ്റ് ചോയ്സ് ഫോർ ഫണ്ട്സ് റിക്വയർഡ് ഫോർ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. Debentures and preference shares are preferable for medium term finance. ഇവിടെ പറയുന്നത് ഒരു പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ബിസിനസ് ഫേം ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതിലൊരു മീഡിയം ടേം ഫിനാൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിലെന്ന് വെച്ചാൽ മോഡേണൈസേഷൻ അതുപോലെ തന്നെ എക്സ്പാൻഷൻ അങ്ങനെയുള്ള കേസിന് വേണ്ടിയൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഡിബെഞ്ചേഴ്സ് അതുപോലെ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പീരീഡ് ഓഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേം പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ എന്തെങ്കിലും ഒരു അത്യാവശ്യം പെട്ടെന്നൊരു അത്യാവശ്യം വരികയാണ് അല്ലെങ്കിൽ മോഡേണൈസേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷന് വേണ്ടിയൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ബിസിനസ് ഫേം പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ദ യൂസ് ഓഫ് ഡിബെഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് along with the equity share capital is known as trading on equity. It is the arrangement under which the debt and preference share capital are used in such a way as to increase the rate of return on equity shares. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു ബിസിനസ് ഫേം അവരുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പം അവരുടെ റിയൽ ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിയൽ ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടിനാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഫേമിൻ്റെ റിയൽ ഓണേഴ്സ് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ എല്ലാ ബിസിനസ് ഫേമിലും ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരിക്കും. ആ ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനൊപ്പം തന്നെ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും റേസ് ചെയ്ത് ഒരു ബിസിനസ് ഫേം ഇക്വിറ്റി ഷെയർസ് കളക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതിനൊപ്പം തന്നെ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ ബിസിനസ് ഫേമിൻ്റെ ഇക്വിറ്റി ഷെയർസിന് വേണ്ടിയുള്ള റിട്ടേൺ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുന്നത് വഴിയായിട്ട് കൂടുതൽ ഇൻകം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ബേസിലാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺ കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം, ആ ബിസിനസ് ഫേമിൽ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ഇഷ്യൂ ചെയ്യണം. അതാണ് ഇവിടെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഡിസയർ ടു റീറ്റെയിൻ കൺട്രോൾ. നമുക്കറിയാം ഒരു ബിസിനസ് ഫേമിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും അല്ലേ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് റിയൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത്. അവരാണ് ഡയറക്ടേഴ്സിനെയൊക്കെ ഇലക്ട് ചെയ്യുന്നത്. അപ്പം റിയൽ ഓണേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഇവിടെ പറയുന്നത് ഒരു ബിസിനസ് ഇഫ് ദ മാനേജ്മെൻറ്റ് ഡിസയേഴ്സ് ടു റീറ്റെയിൻ കൺട്രോൾ ഓവർ ദ കമ്പനി ഇറ്റ് മേ റേസ് അഡീഷണൽ ക്യാപിറ്റൽ ത്രൂ ദ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ റേസിംഗ് ഡെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്. ഒരു ബിസിനസ് ഫേമിന് അവരുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അവരുടെ കൺട്രോൾ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേം എന്ത് ചെയ്യും, കൂടുതലായിട്ടും പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. കാരണം കൂടുതലായിട്ട് ഇനി ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ മാനേജ്മെൻറ്റ് അവരുടെ ആ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് സ്പ്രെഡ് ചെയ്യും അല്ലേ, പല ആൾക്കാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഈ ബിസിനസ് ഫേമിൻ്റെ മാനേജ്മെൻറ്റ് കുറച്ച് പേരുടെ കൈവശം തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, വീണ്ടും ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രിഫറൻസ് ഷെയർസായിട്ടും ഡിബഞ്ചേഴ്സൊക്കെ ആയിട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഡിസയർ ടു റീറ്റെയിൻ കൺട്രോൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേം അവരുടെ ബിസിനസ്സിൻ്റെ ആ കൺട്രോൾ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് എന്ന് വെച്ചാൽ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പം അവർ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. ദ നെക്സ്റ്റ് വൺ, അസറ്റ് സ്ട്രക്ചർ. ദ ക്വാണ്ടിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്സ് ഇൻ ദ ടോട്ടൽ asset also affect the capital structure. If a company has more fixed asset than current assets, it will use more debentures and preference shares and less equity shares. On the contrary, if a business has more current asset, it may use more equity share capital. എന്നുവെച്ചാൽ അസറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ അസറ്റ് അല്ലേ, എത്രത്തോളമാണ് ഫിക്സഡ് അസറ്റ്, എത്രത്തോളമാണ് കറണ്ട് അസറ്റ്, അതാണ് നമ്മൾ അസറ്റ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഫേമിൽ കൂടുതലായിട്ടും ഫിക്സഡ് അസറ്റാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേം കൂടുതലായിട്ട് ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യും. ദെൻ ഒരു ബിസിനസ് ഫേമിൽ കൂടുതലായിട്ട് കറണ്ട് അസറ്റാണ് ഉള്ളതെന്ന് വിചാരിക്കുക. കറണ്ട് അസറ്റാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേം എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും കൂടുതലായിട്ട് റേസ് ചെയ്യുന്നത്. അസറ്റ് സ്ട്രക്ചറിൽ പറയുന്നതാണ്, ഒരു ബിസിനസ് ഫേമിൽ ഫിക്സഡ് അസറ്റാണ് കൂടുതലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേം അവരുടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ആയിരിക്കും ആശ്രയിക്കുന്നത്. ദെൻ ഒരു ബിസിനസ് ഫേമിന് കൂടുതലായിട്ട് കറണ്ട് അസറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേം കൂടുതലായിട്ടും ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, കണ്ടീഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. The capital structure is also influenced by the conditions of capital market. Capital market condition determines the type of securities to be issued. ഇവിടെ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് ഡിപ്രഷൻ,
ഡിപ്രഷൻ്റെ സമയത്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു റേസ് ക്യാപിറ്റൽ ത്രൂ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിപ്രഷൻ്റെ സമയത്ത് ബിസിനസ് ഫേം കൂടുതലായിട്ടും പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ബൂം പീരീഡിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കണ്ടീഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റാണ് പറയുന്നത്. കണ്ടീഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ പീരീഡിലാണെങ്കിൽ ബിസിനസ് ഫേം പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും ആയിരിക്കും കൂടുതലായിട്ട് റേസ് ചെയ്യുന്നത്. ബൂം പീരീഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരം ഇൻവെസ്റ്റേഴ്സാണുള്ളത്. ഒന്ന് വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ്, ദെൻ കോഷൻ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ലെസ് കോഷൻസ് ഇൻവെസ്റ്റേഴ്സ്. വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള വ്യക്തികളാണ് നമ്മൾ വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കോഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിട്ട് കോഷൻസ് ഒക്കെ ഉള്ളത് അല്ലേ, മുൻകരുതലുള്ള ഇൻവെസ്റ്റേഴ്സാണ് കോഷൻ ഇൻവെസ്റ്റേഴ്സ്. ലെസ് കോഷൻ ഇൻവെസ്റ്റേഴ്സ് വന്നാൽ അവർക്ക് എന്തായിരിക്കും? അധികം കോഷൻസ് ഒന്നുമില്ല അല്ലേ, അധികം മുൻകരുതലില്ലാത്ത ഇൻവെസ്റ്റേഴ്സാണ് ലെസ് കോഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരം ഇൻവെസ്റ്റേഴ്സാണുള്ളത്: വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ്, കോഷൻസ് ഇൻവെസ്റ്റേഴ്സ്, ലെസ് കോഷൻ ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ പറയുന്നത് ഒരു വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സുള്ള ബിസിനസ് ഫേമിൽ എന്തായിരിക്കും? അവർ കൂടുതലായിട്ട് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള വ്യക്തികളാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലായിട്ടും ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ലെസ് കോഷൻസ് എന്ന് വെച്ചാൽ ലെസ് കോഷൻ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് പ്രിഫറൻസ് ഷെയർസിലേക്കായിരിക്കും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അവർ കൂടുതലായിട്ടും പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്. ദെൻ ദ ഇൻവെസ്റ്റേഴ്സ് ഓഫ് കോഷൻ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ കൂടുതലായിട്ടും ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. വെഞ്ചർ സം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഫേം ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ലെസ് കോഷൻസ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ കോഷൻ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ടും ഡിബഞ്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്. The cost of finance also exercise an important influence upon the selection of securities. It is desirable to employ cheapest source of finance to maximize return. Generally, the cost of financing by debenture is cheaper than the financing by issue of equity shares. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചായിരുന്നു അല്ലേ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേണിനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഒരു ബിസിനസ് ഫേം ഫണ്ട് റേസ് ചെയ്യുമ്പം ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏതാണോ അതിലായിരിക്കും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കും ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർസാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർസിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവെങ്കിൽ ബിസിനസ് ഫേം ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും റേസ് ചെയ്യുന്നത്. ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡെറ്റ് ക്യാപിറ്റലിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവെങ്കിൽ ബിസിനസ് ഫേം എന്തായിരിക്കും? ഡെറ്റ് ക്യാപിറ്റലായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനേക്കാളിലും കോസ്റ്റ് കുറവെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവ് ഡിബഞ്ചർ ക്യാപിറ്റലിനാണ്. അപ്പം ബിസിനസ് ഫേം എന്തായിരിക്കും? ഡിബഞ്ചർ ക്യാപിറ്റലായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെറ്റ് ക്യാപിറ്റലായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഏത് ക്യാപിറ്റലാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവുള്ളത് ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏതാണോ ആ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കൂടുതലായിട്ട് റേസ് ചെയ്യുന്നത്. അപ്പം സാധാരണ രീതിയിൽ പറയുന്നത് ഡിബഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെറ്റ് ക്യാപിറ്റലിനാണ് ഇക്വിറ്റി ക്യാപിറ്റലിനേക്കാളും കോസ്റ്റ് കുറവുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ലീഗൽ റിക്വയർമെൻറ്റ്സ്.
While determining capital structure, the company should take care of relevant provisions of various laws framed by the government from time to time. It should also take care norms set by financial institutions, SEBI, stock exchange, etc. Legal requirements. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഓരോ സമയത്ത് അല്ലേ ഇറക്കുന്ന ലോസ് അല്ലെങ്കിൽ വേരിയസ് പ്രൊവിഷൻസ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡിഫറെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നു. The next one, taxation policy. High tax rate directly influences the capital structure decisions. High tax discourages the issue of equity shares and encourages the issue of debentures. This is because the interest of debentures can be directly charged to profit and loss account for tax calculation. ഇവിടെ പറയുന്ന ടാക്സ് അല്ലേ, ടാക്സാക്ഷൻ പോളിസി എന്ന് വെച്ചാൽ ഹൈ ടാക്സ് ഉള്ള കേസിൽ ടാക്സിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ബിസിനസ് ഫേം കൂടുതലായിട്ട് ഡിബെഞ്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. കാരണം ഡിബെഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൻട്രി ചെയ്യുന്നതാണ്. അതിൻ്റെ ടാക്സ് നമ്മൾ അന്നേരം തന്നെ കുറയ്ക്കുന്നതാണ്. നമ്മൾ ആ ടാക്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും ബിസിനസ് ഫേം ഹൈ ടാക്സ് റേറ്റ് ഉള്ള കേസിൽ ബിസിനസ് ഫേം ഡിബെഞ്ചേഴ്സ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അല്ലാത്ത കേസിലായിരിക്കും ഇക്വിറ്റി ഷെയർസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ടാക്സാക്ഷൻ പോളിസീസ് ഒരു ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ടാക്സ് കൂടുതലുള്ള കേസിൽ ബിസിനസ് ഫേം കൂടുതലായിട്ടും ഡെറ്റ് ക്യാപിറ്റലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ കൂടുതലായിട്ടും ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും റേസ് ചെയ്യുന്നത്. The next one, attitude of management. മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലേ, അവരുടെ ഡിഫറെൻറ്റ് സ്കിൽസ്, ജഡ്ജ്മെൻറ്റ്, എക്സ്പീരിയൻസ് എല്ലാം എന്തായിരിക്കും ഒരു ബിസിനസ് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. സം മാനേജ്മെൻറ്റ് ആർ അഗ്രസീവ്. ദേ ആർ പ്രിപ്പയർഡ് ടു ടേക്ക് ഗ്രേറ്റർ റിസ്ക് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സച്ച് മാനേജ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ഡെറ്റ് ആസ് എ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ ചില മാനേജേഴ്സ് അഗ്രസീവ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള വ്യക്തികളാണ്. അപ്പം അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് കൂടുതലായിട്ട് ഡെറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദെൻ ചില മാനേജ്മെൻറ്റ് കൺസർവേറ്റീവ്സ് ആയിരിക്കും. അവർക്ക് കൂടുതലായിട്ട് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള വ്യക്തികളല്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലായിട്ടും എന്തായിരിക്കും ഇക്വിറ്റി ക്യാപിറ്റലിനായിരിക്കും ആശ്രയിക്കുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് പറയുന്നതാണ് അഗ്രസീവായിട്ടുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലായിട്ടും ഡെറ്റ് ക്യാപിറ്റലിനെ ആശ്രയിക്കും. ദെൻ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള വ്യക്തികൾ അവർക്ക് റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിൽ കൂടുതലായിട്ടും പ്രിഫറൻസ് ഷെയർസ് അതുപോലെ ഇക്വിറ്റി ഷെയർസിനെയൊക്കെ ആയിരിക്കും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ.